ഹായ് ഓൾ, വെൽക്കം ടു ആൽഫ കരിയേഴ്സ്. ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സുകൾ കഴിഞ്ഞ് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും. കോഴിക്കോട് ഭാഗത്ത് വരുന്ന ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കുറച്ചധികം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. മിനിമം 1 വർഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഓക്കെ ആണ്. സാലറി പാക്കേജ് 15,000 മുതൽ 30,000 വരെ പറയുന്നുണ്ട്. ഇവർക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവില്ല. അതുപോലെ പിന്നെ നമുക്ക് ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെ വേറെ വേക്കൻസീസും വന്നിട്ടുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട്. അതിൽ ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. 8,000 മുതൽ 25,000 വരെയാണ് സാലറി പറയുന്നത്. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് സാലറി ഫിക്സ് ചെയ്യുന്നത്, അതും ഇന്റർവ്യൂ ടൈമിൽ. അടുത്തതായിട്ട് ഗ്രാഫിക് ഡിസൈനർ കം ഡിജിറ്റൽ മാർക്കറ്റർ വേക്കൻസി ആണ്. അതിനും സാലറി പാക്കേജ് പറയുന്നത് 15 to 20 ആണ്. അപ്പം അതിലും നമുക്ക് മിനിമം 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. പിന്നെ ഇവർ ഇന്റേൺഷിപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 6 months ആണ് ഇന്റേൺഷിപ്പിന് കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത്. ഫസ്റ്റ് 2 മാസം സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കില്ല. ബാക്കി 4 മാസം 3,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഹോം കെയർ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്. ഇതിലും സാലറി പാക്കേജ് 8,000 മുതൽ 25,000 വരെയാണ് പറയുന്നത്. ഈ എല്ലാ വേക്കൻസിക്കും തന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവില്ല, ഫുഡ് സെൽഫായിട്ട് എടുക്കണം. പിന്നെ ഇവരുടെ വർക്കിംഗ് ടൈം, നോർമലി കമ്പനി വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അതിൽ തന്നെ ഷിഫ്റ്റ് വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഷിഫ്റ്റ് മാറി മാറി വരും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിലും മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിലും എടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നോക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ജോബ് നോക്കുന്നവർക്ക് അറിയാം എന്തായാലും നൈറ്റും ഷിഫ്റ്റുകളെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിൻ പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിനായിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് നല്ലൊരു അവസരമാണ്. ആദ്യത്തെ 2 മാസം സ്റ്റൈപ്പൻഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ബാക്കി 4 മാസം 3,000 രൂപ സ്റ്റൈപ്പൻഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ 6 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്തായാലും നമുക്ക് ഫ്രഷർ എന്നുള്ള രീതിയിൽ സാലറി ബേസിൽ വേറെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെയോ ജോയിൻ ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ. ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണ്, തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ജെൻഡർ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും പ്രശ്നമില്ല. അതത് കോഴ്സുകൾ കഴിഞ്ഞിരുന്നാൽ മതി. പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇതിലൊക്കെ BSc ആണ് ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ. ഗ്രാഫിക് ഡിസൈനിങ് കം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നന്നായിട്ട് സ്കില്ലുള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ അറിയിച്ച വേക്കൻസിയിൽ ഏതിനെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം നമ്മുടെ വാട്സപ്പ് നമ്പറായ 9562515552 95 62 51 55 52 എന്നീ നമ്പറിലേക്ക് ഉടനെ തന്നെ ഫോർവേഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. കാരണം നമ്മൾക്ക് ഇപ്പം ഒരുപാട് കാൻഡിഡേറ്റ്സ് കോൺടാക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിൻ പോസ്റ്റ് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നഴ്സ് എല്ലാ പോസ്റ്റുകൾക്കും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്